അപ്പോൾ ഇന്ന് ഇച്ചിക്കുട്ടൻ്റെ പിറന്നാളാണ്. അപ്പോൾ രാവിലെ ഇച്ചിക്കുട്ടനെയും കൊണ്ട് അമ്മ അച്ഛനും കൂടി നമ്മുടെ അമ്പലത്തിൽ പോയൊക്കെ വന്നു കഴിഞ്ഞിട്ട് അച്ഛനുമായിട്ടിരുന്നുകൊണ്ട് തമ്മിത്തല്ലാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു നിൻ്റെ ബർത്ത്ഡേ ആണോയെന്ന് ചോദിച്ചു. എൻ്റെ ബർത്ത്ഡേ അല്ല, എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയും. അപ്പോൾ അത് പറയുക അച്ഛനോട് പറയുകയായി. അച്ഛനൊന്ന് അറിഞ്ഞോടെ എൻ്റെ പിറന്നാളാണെന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ കൂടി തല്ലുപിടിക്കായിരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചായയൊക്കെ കൊടുത്തു. അപ്പോൾ മുട്ടയും അപ്പോൾ ഇരുന്നു. അപ്പോൾ അത് കൊടുക്കാതെയാണ് കൊച്ചിനെ കൊണ്ടുപോയത് അമ്പലത്തിൽ. മുട്ട കഴിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ ഞാൻ ഇന്ന് രാവിലെ വെളുപ്പിന് എഴുന്നേറ്റപ്പോൾ കണ്ടൊരു പരിപാടിയാണ്. അപ്പത്തിന് കലക്കി വെച്ചിട്ട് 1 ഇഞ്ച് എന്ന് പറഞ്ഞ പോലെ അത്രയും പൊക്കത്തിൽ ഭയങ്കര ഹൈറ്റിൽ മൂടിപ്പാത്രം പൊങ്ങിയിരിക്കുകയാണ്. അത്ര പൊങ്ങിപ്പോയി മാവ് കലക്കി വെച്ചത്. ഇത്തിരി ഈസ്റ്റൊക്കെ ഇട കൂടി പോയെന്ന് തോന്നുന്നു. പക്ഷേ പാകത്തിന് നമ്മളെപ്പോഴും ഇടണ പോലെയൊക്കെ ഇട്ടത്, എന്നാലും അത് ഭയങ്കരമായിട്ട് പൊങ്ങിയിരിക്കുന്നു. ഇവിടെ അഞ്ചൊക്കെ പോകാൻ വേണ്ടി റെഡിയാണ്. ഇന്ന് അഞ്ചോ ചോറൊക്കെ എടുത്ത് വെക്കണം. ഇപ്പോഴും ഞാനെടുത്ത് വെക്കണതാണ്. ഇന്ന് ഇത്തിരി ഇനി ഒന്നും കൂടെ എനിക്ക് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ദേവിയുടെ അമ്പലത്തിലാണ് ഇവനെ കൊണ്ടുപോയത്. ഇതൊക്കെ കഴിഞ്ഞ് അമ്മേനെ കൊണ്ട് ബസ് സ്റ്റോപ്പിലാക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒപ്പം കയറിയിരുന്നു.